എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്നോട് പറയേണ്ടിയിരുന്നത് അവൾക്ക് വേണ്ടി, അവളുടെ പഠിപ്പിന് വേണ്ടി ഒരു 15 ലക്ഷം രൂപ മാറ്റി വെക്കണമെന്നായിരുന്നു. അങ്ങനെയല്ലായിരുന്നോ പറയേണ്ടിയിരുന്നത്? അതാകുമ്പോൾ അവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ ടെൻഷനില്ലാതെ പഠിക്കാമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ പറയാമായിരുന്നു, പക്ഷേ എനിക്ക് അച്ഛനോട് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പേടിയായതുകൊണ്ടാണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, ഇനി പ്രശ്നമൊന്നുമില്ല, അവളുടെ വിദ്യാഭ്യാസം നമുക്ക് നോക്കാം, അവൾ പഠിച്ചൊരു ഡോക്ടർ ആവുകയാണെങ്കിൽ അഭിമാനത്തോടെ അത് കാണാൻ പറ്റുന്നത് നമുക്ക് കൂടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മാമച്ചായനെയാണ്. മാമച്ചായൻ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് കട്ടിലയിലേക്ക് കയറി കിടന്ന് ഉറങ്ങുവാണ്. അത് കണ്ടുകൊണ്ടാണ് ഗ്രേസിയമ്മ വരുന്നത്. ഗ്രേസിയമ്മ പോയി രേവതിക്കുട്ടി വിളിച്ചുകൊണ്ട് വരും. രേവതിക്കുട്ടിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാവയ്ക്ക ജ്യൂസും ഉണ്ട്. പിടിച്ചെഴുന്നേൽപ്പിക്കുവാണ്. എന്നിട്ട് ഈ ജ്യൂസ് കൊടുക്കും. അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല മാമച്ചായനെ. വേറെ നിവൃത്തിയില്ല. രേവതിക്കുട്ടി വെറുതെ വിടത്തില്ല. കാരണം അറ്റാക്ക് വന്നതുകൊണ്ട് കുറച്ച് കെയറിങ് കൂടുതലാണ്. കുറേ കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ രേവതിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അനുസരിക്കാൻ മാമച്ചായന് താല്പര്യമില്ല. പക്ഷേ രേവതിക്കുട്ടി നിർബന്ധിച്ച് അതെല്ലാം ചെയ്യിപ്പിക്കും. പാവയ്ക്ക ജ്യൂസ് വളരെ വിഷമിച്ചാണ് കുടിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് തള്ളി എഴുന്നേപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഒരു 10 റൗണ്ട് നടന്നിട്ട് കിടന്നാൽ മതി, ഈ ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കുന്ന പരിപാടി നടക്കുകയില്ല എന്ന് പറഞ്ഞ് മാമച്ചായന് വിഷമമാണ്. പക്ഷേ രേവതിക്കുട്ടി പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അത് ചെയ്യുവാണ്. അതുപോലെ ബബിത കോളേജിൽ നിന്ന് തിരിച്ചു വരുന്നു. ബബിത ഭയങ്കര സന്തോഷത്തിലാട്ടോ. വന്നു കഴിയുന്നതേ അലീന ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു, കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ബബിത പറയും, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പ്രശ്നങ്ങളില്ല എന്ന് പറയാനും പറ്റില്ല. ചിലർ കമൻറ്റ് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അത് നമ്മൾ വലിയ വില കൊടുക്കുകയൊന്നും വേണ്ട, അതിനെ അങ്ങ് കേട്ടില്ല എന്ന് കരുതി കളഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പം ബബിത പറയുവാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ തരാൻ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലെന്നേ, ഭയങ്കര ദാരിദ്ര്യമാണ് എന്ന് പറയും. എന്നിട്ട് ചിരിച്ചുകൊണ്ട്, നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്ന് പറയുക. ഞാൻ ഡ്രസ്സൊന്നും മാറാൻ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ, എനിക്ക് വിശക്കുവാണ് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഒരു മാസം പോകാതിരുന്നത് വളരെ മോശമായി പോയി, ഒരു നഷ്ടമായി പോയി എന്ന് നിനക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പ്രശ്നമില്ല എന്ന്. ഏതായാലും അലീന ബബിതയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നു. അന്നേരമാണ് ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ കോളേജിലെ ഇന്നത്തെ ദിവസം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്നേ, അലീന ചേച്ചി അത്യാവശ്യം കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, പിന്നെ ചില ചെറിയ ചെറിയ കമൻറ്റുകൾ അത് ഞാൻ കണ്ടില്ലെന്ന് അടിച്ചു, എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ഒന്ന് ചിരിച്ചിട്ട് ചോദിക്കും, അപ്പോൾ നീ ഹാപ്പി ആണല്ലേ എന്ന്. അന്നേരം കുഴപ്പമില്ല അച്ഛാ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ്, നീ ഓക്കെ തുടങ്ങി, രോഹിത്തും പ്രശ്നമൊന്നുമില്ല, അവനും ഓക്കെ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും നന്നായി തുടങ്ങുമ്പം അച്ഛന് ഭയങ്കര സന്തോഷം തോന്നുവാണ് എന്ന് പറയും. അന്നേരം ബബിത വയ്യെ ഇങ്ങനെ ബാലേന്ദ്രനോട് പറയുക, അപ്പോൾ അമ്മയ്ക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് അങ്ങ് ഒടയ തമ്പുരാൻ താഴെ ഇറങ്ങി വന്ന് ചിലപ്പോൾ ശ്രമിച്ച് നോക്കണം, എങ്കിൽ നടക്കുമായിരിക്കും, ചിലപ്പം അങ്ങേര് തോറ്റും പോയേക്കാം എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും ബബിതയ്ക്ക് കഴിക്കാൻ എന്തൊക്കെയോ സാധനങ്ങളും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുവാണ്. അന്നേരം ഇതെന്നാ ചായ ഇല്ലേ, വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും അലീനയോട്. അന്നേരം അലീന പറയും, ആ വെള്ളം ഇപ്പം കുടിക്കുക, ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്, ചായ ഞാനിപ്പോൾ കൊണ്ടുവരാം, അച്ഛൻ എന്താ വേണ്ടതെന്ന് ചോദിക്കും. കോഫിയാണോ ചായയാണോ എന്ന് ചോദിക്കുമ്പം നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോരെ എന്ന് ബാലേന്ദ്രൻ പറയുന്നു. അലീന അങ്ങ് പോയി കഴിയുമ്പം ബബിത ഭയങ്കര സന്തോഷത്തോടെ, അച്ഛാ എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ നല്ല മിടുക്കി കുട്ടിയായി വരുമല്ലേ, നല്ല കുട്ടിയായി വരുമല്ലേ, നല്ല കാര്യമാണ് എന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴേക്കും രണ്ടുപേർക്കുമുള്ള ചായയും കോഫിയൊക്കെ അലീന എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഏതായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ബബിത നേരെ കൃഷ്ണമോളുടെ അടുത്തോട്ട് ചെല്ലുവാണ്. കൃഷ്ണമോൾ ഒരു ചെറിയ മയക്കത്തിലായിരുന്നു. അന്നേരം നീ ഉറങ്ങുവാണോ എന്ന് ചോദിക്കുമ്പം കുറേ ഉറക്കം പെൻഡിങ് ഉണ്ട്, അത് ഉറങ്ങി തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരിക്കും. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് കോളേജിൽ പോയിട്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അവിടെ നാണക്കേടുണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, അലീന ചേച്ചി വന്ന് ഒന്ന് ഒതുക്കിയിട്ടാണ് പോകുന്നത് എല്ലാവരെയും, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു എന്ന് പറയുമ്പം അലീന ചേച്ചി നോക്കി, ഇത് എന്നോട്ടാണ് ഇങ്ങനെ മാറ്റി പറയാൻ തുടങ്ങിയത് എന്ന് ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട്, അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പുന്നാരച്ഛൻ എൻ്റെ തലയെടുക്കുകയല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അച്ഛനെ വെറുതെ കളിയാക്കണ്ട കേട്ടോ, ഞാൻ അച്ഛനോട് പറയും എന്ന് പറയുവാണ് കൃഷ്ണമോള്. അന്നേരം ബബിത ചോദിക്കും, നിനക്ക് എന്നെ പാര വെക്കണോ അതോ അവിടെ നടന്ന സംഭവങ്ങൾ അറിയണോ എന്ന് ചോദിക്കുവാണ്. അന്നേരം പറയുന്നു. അങ്ങനെ രണ്ടുപേരോട് പറയാൻ തുടങ്ങുമ്പോഴേക്കുമാണ് റൂമിലേക്ക് വൈജയന്തി കയറി വരുന്നത്. എന്നിട്ട് ബബിതയോട് ചോദിക്കും, നീ കോളേജിലൊക്കെ പോയി തുടങ്ങിയോ എന്ന്. അന്നേരം ഇന്നൊന്ന് പോയായിരുന്നു, വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു അമ്മേ എന്ന് പറയുമ്പം, അതെന്തിനാണ് നീ ഇന്ന് കോളേജിൽ പോകുന്ന കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ബബിത പറയും, അത് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് എന്ന്. അന്നേരം അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കാരണം എന്താണ് എന്നാണ് ഞാൻ
ചോദിച്ചത് എന്ന് വൈജയന്തി പറയുമ്പം ബബിത പറയുന്നുണ്ട്, അച്ഛനും അലീന ചേച്ചിയും ഒക്കെ നിർബന്ധിച്ചു കോളേജിൽ പോകണം, 1 വർഷം കളയണ്ട എന്ന്. അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കും അത് ശരിയാണ് എന്ന് തോന്നി, അതുകൊണ്ടാണ് പോയത് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങ് ദേഷ്യം വരുവാണ് വൈജയന്തിക്ക്. വൈജയന്തി പറയുവാണ്, എൻ്റെ മക്കൾ ആരും അവളെ ആശ്രയിക്കുന്നത് ഇഷ്ടമല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ കുടുംബം നശിപ്പിക്കാൻ കയറി വന്നുള്ള ഉപദേശം കേട്ട് അവൾ കോളേജിൽ പോയേക്കുന്നു. ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എൻ്റെ മക്കൾ ആരും അവളുടെ മുമ്പിൽ തല താഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞങ്ങ് ചെതറുവാണ് വൈജയന്തി. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, ഇതെന്ത് കഷ്ടമാണ് ചേച്ചി, ഇപ്പം കോളേജിൽ പോയതാണോ അമ്മയ്ക്ക് പ്രശ്നം എന്ന് ചോദിക്കുക. അന്നേരം കൃഷ്ണമോളെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യം എന്നോട് കയറി സംസാരിക്കരുത്. എൻ്റെ മക്കൾ ആരും ആ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി കയറി വന്നവളെ ആശ്രയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത് ഞാൻ സഹിക്കുകയില്ല. അവളുടെ മുമ്പിൽ എൻ്റെ മക്കൾ ആരും തല കുനിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല, അവളെ ഒരു കാര്യത്തിലും ആശ്രയിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പം ദേഷ്യം വരുന്നുണ്ട് ബബിതയ്ക്ക്. അന്നേരം ബബിത ചോദിക്കും, അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്മ ആരെയാണ് ആശ്രയിക്കുന്നത്? അമ്മയ്ക്ക് കൊണ്ടുതരുന്ന ഭക്ഷണം അലീന ചേച്ചി ഉണ്ടാക്കുന്നതല്ലേ, അതല്ലേ കൃഷ്ണമോൾ റൂമിലേക്ക് കൊണ്ട് തരുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ദേഷ്യം വരും വൈജയന്തിക്ക്. അങ്ങനെ ആ ഭക്ഷണത്തിന് വേണ്ടിയും ഇനി അവളെ ആശ്രയിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളൊക്കെ എന്താ കരുതിയത്? അവൾ ഭക്ഷണം കൊണ്ട് തന്നില്ലെങ്കിൽ, അവളെ എച്ചിൽ കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലെന്നോ? ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പം ഇത് എന്ത് കഷ്ടമാണ്, അമ്മ നന്നാവത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് എന്താടി കുഴപ്പം എന്ന് ചോദിക്കുവാണ് വൈജയന്തി നല്ല ദേഷ്യത്തിലാണ്. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് അറിയത്തില്ല അമ്മ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്, എന്തിനാണ് യുദ്ധം ചെയ്യുന്നതെന്ന്, അതാ പ്രശ്നമെന്ന് ഇങ്ങനെ പയ്യെ പറയും. അന്നേരം വൈജയന്തി, കൃഷ്ണമോളെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പെറുപെറുക്കരുത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ഇത് എന്ത് കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമോൾ ദേഷ്യപ്പെടുന്നു. എൻ്റെ മക്കളെല്ലാം കണക്കാണ്, എല്ലാണോ അവളുടെ മുമ്പിൽ പോയി കുനിഞ്ഞ് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വൈജയന്തി അങ്ങ് ഇറങ്ങി പോവാണ്, പെറുപെറുക്കുന്നുണ്ട് പോകുമ്പോഴേ. അന്നേരം കൃഷ്ണമോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട്, അമ്മയല്ലേ എന്നോട് ഇപ്പോൾ പെറുപെറുക്കരുതെന്ന് പറഞ്ഞു, എന്നിട്ടിപ്പോൾ അമ്മ എന്താ ചെയ്തുകൊണ്ട് പോകണമെന്ന് ചേച്ചി ഒന്ന് നോക്കിക്കേ എന്ന് പറയുന്നു. വേറെ നിവൃത്തിയില്ല, കുറച്ച് നേരം നോക്കി എന്നിട്ട് രണ്ടുപേരും പിന്നെയും ഇന്ന് പോയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അങ്ങ് പോവാണ്. പിന്നെയും കാണിക്കുന്നത് മാമച്ചാനെ കേട്ടോ. മാമച്ചാനെ ഉന്തിത്തള്ളി പുറത്തേക്ക് കൊണ്ടുവിട്ടത് വീടിന് ചുറ്റും 10 റൗണ്ട് നടക്കാൻ പറഞ്ഞ. അപ്പം വെയിലുള്ളതുകൊണ്ട് മടി, അതുകൊണ്ട് ആ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഇത് ഗ്രേസിയമ്മ വന്ന് കാണുന്നത്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഇത് അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ, രേവതിക്കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയാക്കും കേട്ടോ നിങ്ങളെ എന്ന്. അന്നേരം അത് കേട്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ട് വരുന്നത്. എന്താ ഞാൻ കണ്ട പ്രശ്നമുള്ള കാര്യം, എന്നതാ ഇവിടെ ചെയ്തത് എന്ന് ചോദിക്കുമ്പം, ഒന്നുമില്ല, ഞാൻ വെയിലത്ത് നടക്കണ്ട എന്ന് ഗ്രേസിയമ്മ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ വരാന്തയ്ക്കിടെ നടക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി പറയും, അത് നേരെ, ഈ വെയിലത്തോടെ മാമച്ചായൻ നടക്കണ്ട, അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, വീടിൻ്റെ പുറവശത്ത് പോയി ആ പറമ്പിക്കൽ ഒരു 10 റൗണ്ട് നടക്ക്, അവിടെയാണെങ്കിൽ ജോസ് കുട്ടിയുണ്ട്, അവനെ എന്തെങ്കിലും സഹായിക്കുകയും ചെയ്യാമെന്ന് പറയും. അന്നേരം പെട്ടല്ലോ എന്നോർത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് രേവതിക്കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നത് കാണുന്നത്. അന്നേരം നീ എന്തിനീ എൻ്റെ മൊബൈലും കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പം, ഞാൻ പറയാൻ മറന്നുപോയി, ഈ ഫോൺ അവിടെ ഇരുന്ന് അടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി എന്ന് പറയും. അന്നേരം മാമച്ചായൻ ആ ഫോൺ മേടിക്കും. അത് കഴിഞ്ഞ് നോക്കുമ്പം അതിനകത്തൊരു 2-3 പ്രാവശ്യം കോൾ വന്നിട്ടുണ്ട്. ആ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കും. എടുക്കുന്നത് ടോണിയാണ്. ഞാൻ ടോണിയാണ്, നിങ്ങൾക്കറിയാലോ, ഒരു തവണ നിങ്ങളെന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഓർമ്മ പുതുക്കുവാണ്. അന്നേരം അങ്ങനെ മറക്കുമോ ടോണിയെ, ഞങ്ങളാണല്ലോ ഒരു അൺവാണ്ടഡ് വിഷയം എടുത്തിട്ട് സംസാരിച്ചത്, അതാണല്ലോ ചെറിയൊരു മുഷിച്ചിലിനൊക്കെ അന്ന് ഇടയാക്കിയത് എന്നിങ്ങനെ മാമച്ചായൻ പറയുമ്പം, അന്ന് ഞാൻ ഇത്തിരി കൂടുതൽ ഇമോഷണലായി പോയി, അതോ ഒരു പ്രശ്നമായിരുന്നല്ലോ, പിന്നെ നിങ്ങളെ ഇങ്ങോട്ടൊന്നും കണ്ടില്ല, നിങ്ങൾ അന്വേഷിച്ച് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ കരുതി, അതുകൊണ്ട് ഞാനും പിന്നെ അങ്ങോട്ട് വിളിയും പറച്ചിലൊന്നും ഉണ്ടായില്ല, എന്തായിരുന്നു നിങ്ങൾ അത് കഴിഞ്ഞ് ഇതിനെപ്പറ്റി അന്വേഷിക്കാതിരുന്നത്, വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി, അതുകൊണ്ടാണ് പിന്നീട് അതിന് ഫോളോ അപ്പ് ഉണ്ടാകാതിരുന്നത്, പിന്നെ ഇപ്പം ടോണി എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുവാണ്. അന്നേരം എനിക്ക് നിങ്ങളെ കണ്ട് ഒന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയും. അന്നേരം മാമച്ചായൻ പിന്നെയും പറയും, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലോങ് ഡ്രൈവ് പറ്റില്ല, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്ന്. അന്നേരം ടോണി പറയും, എങ്കിലൊരു കാര്യം ചെയ്യും, അവിടുത്തെ ലൊക്കേഷൻ എനിക്കൊന്ന് അയച്ചതാ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. അന്നേരം എന്നാൽ ശരി അങ്ങനെ ചെയ്യാം, ലൊക്കേഷൻ ഇപ്പോൾ അയച്ചു തരാമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് ഫോൺ രേവതിക്കുട്ടിയുടെ കയ്യിൽ കൊടുക്കും. രേവതിക്കുട്ടിയാണ് ഇപ്പോൾ ഫോണിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഫോൺ പിടിച്ച് എക്സസൈസ് ഒന്നും ചെയ്യാതെ മണിക്കൂറുകൾ ഇരിക്കുന്നതാണ് ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കാറില്ല. ഏതായാലും ടോണി എന്തിനായിരിക്കും വിളിച്ചത് എന്നൊരു ചെറിയ ചർച്ച അവർ നടത്തുന്നുണ്ട്. എന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അന്നേരം രേവതിക്കുട്ടി പറയും, അവരിങ്ങോട്ട് വരൂല, ഏതായാലും അങ്ങേര് ഇങ്ങോട്ട് വരൂല, അന്നേരം അറിയാം എന്ന് പറഞ്ഞിട്ട് കയറി
പോവാണ്. പിന്നെ എക്സസൈസ് ചെയ്യണമല്ലോ എന്ന വിഷമത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് മാമിച്ചായ. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. മനു വീട്ടിലോട്ട് വരുന്നു. വീട്ടിലോട്ട് വന്ന് കയറുന്നതേ കമല ചോദിക്കും, എടാ ഇന്ന് പോയിട്ട് എന്തായി, നീ ഇവിടുന്ന് പോയ കാര്യങ്ങളൊക്കെ നടന്നോ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ പോയ കാര്യങ്ങൾ അത്യാവശ്യം നടന്നു. ബബിതേനെ കോളേജിൽ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ശരണ്യെ കാണാൻ പോയി. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് അലീനെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പം ശരണ്യെ കണ്ടിട്ട് എന്താ സംഭവിച്ചത്, നീ പറഞ്ഞോ, ഹരിമോൻ്റെ കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം പറഞ്ഞ കാര്യങ്ങളും നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് ഇറങ്ങി വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറയുവാണ്. അച്ഛൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മേങ്ങാൻ പോയി കിടന്ന കേട്ടോ, അവിടെ ഇല്ല. അന്നേരം നീ എന്നോട് പറ എന്ന് പറഞ്ഞ് കമല ധൃതി വയ്ക്കുമ്പം അച്ഛനോട് ഇറങ്ങി വന്നിട്ട് പറയാം, അതാകുമ്പോൾ ഒരു തവണ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നു. അന്നേരം എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് മനു റൂമിലേക്ക് പോകാൻ തുടങ്ങുക. കമല സമ്മതിക്കത്തില്ല, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിൽ അവിടെ പിടിച്ചിരുത്തുവാണ്. എന്നിട്ട് ഞാനിപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശിവനെ വിളിക്കാനായിട്ട് അങ്ങ് പോകും. മനു ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അവിടെ പോയി ഇരിക്കുമ്പോഴേക്കും ശിവനെ വിളിച്ചുകൊണ്ട് കമല വരും. എന്നിട്ട് ഇനി നിനക്ക് പറയാമല്ലോ, നിൻ്റെ അച്ഛൻ വന്നല്ലോ, ഇനി പറ, ഹരിമോൻ്റെ കാര്യം നീ ശരണ്യോട് സംസാരിച്ചോ, എന്തിനാണ് നിങ്ങൾ ശരണ്യെ കാണാൻ പോയത് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ശിവനും ചോദിക്കും, ശരണ്യെ കാണാൻ പോയോ, അതെന്തിനാടാ എന്ന് ചോദിക്കുന്നു. അന്നേരം അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങൾക്കൊന്നും അല്ല ഞങ്ങൾ ശരണ്യെ കാണാൻ പോയത് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന മനുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. ഏതായാലും മനു അത് പറയുമ്പം കേട്ടിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കമലയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി അലീനെ വിവാഹം കഴിക്കുന്ന കാര്യം കൂടെ പറയുമ്പം ബാക്കി തകർക്കുവാണ്. പറയുന്നുണ്ട്, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനത് നടത്തിയല്ല എന്നൊക്കെ. അങ്ങനെ വെല്ലുവിളിച്ച് നിൽക്കുന്ന കമലയെ കാണിക്കുന്നു. പിന്നീടാണ് വളരെ മനോഹരമായ ആ സംഭവം നടക്കുന്നത്. അലീന രോഹിത്തിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പം രോഹിത്തിൻ്റെ മുടിയൊക്കെ വെട്ടി അവനെ നല്ല സുന്ദരനാക്കിട്ടോ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോരുമ്പം അലീന ചേച്ചി എന്ന് വിളിക്കുവാണ് രോഹിത്. അന്നേരം തിരിഞ്ഞ് നിന്നിട്ട്, നീ എന്നെ തന്നെയാണോ മോനെ വിളിച്ചത്, നീ തന്നെയാണോ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം രോഹിത് പറയുവാണ്, അങ്ങനെയല്ലേ കൃഷ്ണമോള് വിളിക്കുന്നത്, അതുപോലെ ബബിതയും ഇപ്പോൾ അങ്ങനെയല്ലേ വിളിക്കുന്നത്, പിന്നെ ഞാൻ വിളിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് എന്നുവെച്ചാൽ ഇഷ്ടം കൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനെ റൂമിൽ വന്നിരുന്ന് അവനോട് സംസാരിക്കുക. അന്നേരം അവൻ പറയുന്നുണ്ട്, അവൻ്റെ മനസ്സിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത് വെറുപ്പായിരുന്നു, ചേച്ചിയോടും അതുപോലെ അച്ഛനോടും ഭയങ്കര വെറുപ്പായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ സംശയം വരെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങൾ അവൻ അലീനയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഏതായാലും ഇനി ഇതോടെ കാണുമ്പോൾ വൈജയന്തിയുടെ ഹൃദയം തകർന്നു പോകും. മോൻ കൂടെ ഉണ്ട് എന്നോർത്താണ് ഇപ്പോഴും വൈജയന്തി ഇരിക്കുന്നത്. ഇനിയിപ്പം ഫുഡും പുറത്തുനിന്ന് വരുത്തുന്ന പരിപാടി വൈജയന്തി തുടങ്ങുമായിരിക്കും. ഏതായാലും ഇത്തിരി ദേഷ്യത്തിൽ നിൽക്കുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട് ഇടയ്ക്ക്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.